ഹലോ ചേച്ചി. നീ ഇപ്പൊ എവിടെയുള്ളത്? ചേച്ചിയൊക്കെ മാർക്കറ്റിൽ വന്നെയാണ്. ചേച്ചിയുടെ പറഞ്ഞുകൊണ്ട് സാധനം മേടിച്ചു മേടിച്ച് ഞാൻ വരാൻ നോക്കുന്നു. ആ അല്ല, ഇന്നലത്തെ പോലെ കുടിച്ചിട്ടൊന്നും വരാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ ഒന്നിനും സമ്മതിക്കൂല. ഇന്ന് ഇന്നലെ ഞാൻ ചേച്ചി പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടുകാരന്മാർക്കൊപ്പം പെട്ടുപോയിട്ടാണ്. അവര് പറഞ്ഞു കുടിച്ചിട്ടല്ലോ. ആ അല്ല, നിന്റെ ഏട്ടൻ എൻ്റെ ഇവിടെ ചുരുണ്ട് കൂടി കിടന്നിട്ട് ഫിറ്റാ, ഫുൾ ഫിറ്റാ. എപ്പോ ഉള്ള പോലെ തന്നെയുണ്ട്. അതെയാ. കുഴപ്പമില്ല, അങ്ങനെ അവിടെ കിടക്കട്ടെ. അതല്ലേ നമുക്ക് സൗകര്യമല്ലേ. അതെ. അല്ല, അങ്ങേര് അങ്ങനെ ആയതുകൊണ്ടാണ് നിന്നെ ഞാൻ നിന്റെ അടുക്ക ഞാനെല്ലാം സമ്മതിക്കുന്നു. അപ്പൊ നീ ഇനി അങ്ങനെ ആയിട്ട് വരരുതെന്നാ ഞാൻ പറഞ്ഞത്. ഇല്ല ചേച്ചി, ഇല്ല. അതന്നെയല്ലേ, അതെന്താ എനിക്കറിയില്ലേ. പിന്നെ ഉം. ഞാൻ വരുമ്പോഴേക്ക് പിള്ളേരൊക്കെ ഉറങ്ങൂലേ, ഉറക്കിയേ. ഓ, എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഞാൻ മുട്ടായിക്ക് കൊണ്ടുവന്നില്ല, പക്ഷെ നാളെ കൊടുത്തേ. നാളെ കൊടുത്താൽ ഇപ്പം പിന്നെ നീ വന്നിട്ട് വിളിക്കാൻ നിൽക്കണ്ട. ഏട്ടൻ ചോറ് നിന്നിട്ട് കിടന്നതാ. ഏട്ടൻ എന്തിനാ ചോറ്? വയറ് നിറച്ച് കുടിച്ചിട്ടല്ലേ വന്നു. അത് നന്നായി. ഞങ്ങൾക്ക് പോലെ ഒറ്റപ്പാടൊന്നും നോക്കൂലല്ലോ. ഏട്ടന് എന്നാല് ചോറ് കാര്യമൊന്നുമില്ല. ചേച്ചിയുടെ കാര്യം ഞാൻ വന്നിട്ട് ചോറ് തന്നാ മതി. എന്നാ പിന്നെ വേഗം വാ. നമുക്ക് അതെ. എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് ചോറിലൊന്ന് നമ്മളെ പരിപാടി നോക്കാം. പിന്നെ ഇന്നലത്തെ സാധാരണ ഉള്ളത് ചേട്ടന് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ചേട്ടനുള്ള സംശയം നമ്മളെ ഇത് ഇന്നലെയും തുടങ്ങിയത്. ഇല്ല, എൻ്റെ ഒരു സംശയമാണ്. പിന്നെ ചേട്ടൻ രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ച് നീ എപ്പോഴാ വന്നേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. രാവിലെ നല്ല ബോധത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടാവും രാവിലെ നല്ല ബോധയിലുണ്ടാവും. നമ്മുടെ രാവിലെ ഇടപാട്. ബോധം കെട്ടിട്ടല്ലേ ഓർമ്മ. നമ്മളെ ഇടപാട് വല്ലോ മനസ്സിലാക്കിയിട്ടാണോ എന്നുള്ളൊരു സംശയം കൊണ്ട് ചോദിച്ചതാ. എന്തൊന്ന് മനസ്സിലാക്കായി? അങ്ങേർക്ക് ബോധം ഉണ്ടായിട്ട് വേണ്ടേ മനസ്സിലാകേ. എന്തായാലും അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതന്നെ, നീ ഉള്ളത് തന്നെയാണ് എന്റെയും ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നലത്തെ ഞാൻ എവിടെയെങ്കിലും പോകേണ്ടി വരികയും. വേറെ ഇന്നലെ തന്നെ രണ്ട് കൂട്ടുകാരന്മാർ വന്ന് നടന്നല്ലോ. അമ്മാർ എന്നോട് ചോദിച്ച് എടാ നീ കല്യാണം കഴിക്കുന്നില്ല, എന്താ കല്യാണം കഴിക്കുന്നത്? അവർക്കൊക്കെ ഭയങ്കര ഡൗട്ട്. ഞാൻ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നു. അവിടെ പെണ്ണ് കിട്ടുണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ടൊന്നുമില്ല, ഞാൻ ആൾക്കാരെ ബോധിപ്പിക്കാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്നുള്ള സംശയമുണ്ട്. അങ്ങനെ കഴിച്ചാൽ ഇത് ശരിയാവുക? അതെ, അത് ശരിയാവൂല. പക്ഷെ എനിക്കിപ്പം ചേച്ചി എപ്പം കിട്ടൂലേ, ഇതെനിക്ക് ബൂത്തെന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം വിളിച്ചേരം പറഞ്ഞു. അല്ല, നീ വേറെ ഏരും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവുക. തന്നെ എന്താ പറഞ്ഞത്, എനിക്ക് ചേച്ചിയുടെ കാര്യം നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പൊ എനിക്ക് ചേച്ചി ഉള്ളതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നീ കല്യാണം കഴിച്ചാല് എന്നെ ഒഴിവാക്കുന്ന പറയുന്നു? അതുകൊണ്ടല്ലേ കല്യാണം കഴിക്കാണ്ട് നിൽക്കുന്നത്. അല്ല, കല്യാണം ഇത് നടക്കേണ്ടിട്ട് അതിന്റെ മറവിൽ കല്യാണം കഴിക്കുന്നതാണോ? അന്നേരം പിന്നെ രണ്ടും നടക്കൂല, ഏതെങ്കിലും ഒന്നല്ലേ നടക്കു വെച്ചു. അപ്പൊ നീ കല്യാണം കഴിക്കാതെ നല്ലത്. നല്ല എനക്ക് സൗകര്യം. ഇല്ല, അതിപ്പോ എനിക്കും സൗകര്യം തന്നെയില്ല. ഇപ്പം ചേച്ചി എന്തായാലും വീട്ടിൽ തന്നെ ഇല്ല, എവിടെയും പോകുന്നില്ലല്ലോ. അതിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ചേച്ചി ആണെങ്കിൽ എല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ പുറത്തു പോകുന്നു. നിന്റെ ചേട്ടനെക്കാളും നല്ല നീ തന്നെയാണ് എനിക്ക് നശിപ്പിച്ചത്. അതെ, അതിപ്പോ എനിക്ക് എന്റെ കൂട്ടുകാരന്മാരോട് പറയാൻ പറ്റില്ലല്ലോ. അവന്മാരൊക്കെ രണ്ടും കല്യാണം കഴിഞ്ഞാൽ ഒന്നിന് ഒരു കുട്ടിയായി, മറ്റേ രണ്ടെണ്ണമായി. അതുകൊണ്ട് അവരെന്റെ അടുത്ത് ചോദിച്ച് എനിക്ക് വേറെ ഏതെങ്കിലും ഒന്ന് കുറ്റിയായിട്ടുണ്ടാകും എങ്കിൽ പറ, നമ്മളത് വീട്ടിൽ പറഞ്ഞ് എന്റെ ചേട്ടനോടൊക്കെ പറഞ്ഞ് ശരിയാക്കി തരാം. ചേട്ടന്റെ ഭാര്യ തന്നെയാണെന്ന്. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ?
ഇനിയിപ്പോ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോ കാര്യങ്ങൾ നടന്നു പോവും, അത്രയല്ലേ ഉള്ളൂ. ആ ഇപ്പം തൽക്കാലം ആരോടും പറയണ്ട. ആരോട് പറയും? ഇത് ആരോടും പറയാൻ പറ്റുമോ? ചേച്ചി ആരോടും പറയണ്ടെന്നാണ്. ഇല്ല, ചേട്ടന് രാത്രിയെ ബോധമില്ലാണ്ടുള്ളൂ കേട്ടാ, പകല് നല്ല ബോധമാണ്. അതന്നെ ഞാൻ പറഞ്ഞ. പകല് ചേച്ചി അധികം എൻ്റെ അടുത്ത് സംസാരിക്കൊന്നും വേണ്ട. പിന്നെ ചേട്ടനാന്ന് എനിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു സംശയം വന്നാൽ തീർന്നു. അല്ല ഞാൻ പിന്നെ തന്നെ അല്ല പിന്നെ എന്റെ കാര്യം നടക്കണ്ടേ? പിന്നെ അങ്ങനെ ഇനി ഇത് 4 കഴിഞ്ഞ ദിവസവും വന്നാൽ ഞാനെന്താ ചെയ്യും? അല്ല, അത് ശരിയാണ്. അത് ചേട്ടൻ തന്നെയല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ ചേച്ചിക്ക് മേടിച്ചോണ്ടാകുന്ന സാധനം ചേട്ടനെ കാണിച്ചേക്കണ്ടേ? ഇല്ല എനിക്ക് എവിടുന്ന പൈസ എന്നൊക്കെ ചോദിച്ചിട്ട് പോയാ ചേച്ചിയുടെ തല കയറും. അത് അങ്ങനെ ഞാൻ കാണിക്കൊന്നുമില്ല. അല്ല കണ്ടാൽ തന്നെ ഞാൻ പറയും നീ വാങ്ങി തന്നെയാന്ന് പറയും. അങ്ങനത്തെ പ്രശ്നം അതന്നെ ഞാൻ ചേച്ചിക്ക് അടിയിലുണ്ട് ഉള്ളിലുണ്ട്. ഞാൻ വാങ്ങിച്ചു ചേട്ടൻ സമ്മതിക്കണം. ചേട്ടൻ വാങ്ങിച്ചു തരുന്നില്ല, അത് വേറെ കാര്യം. അതറിയാലോ ചേട്ടന് നല്ലോണം. ഞാൻ ഒരിക്കലും ചേട്ടൻ കാണൂലായിരിക്കുമല്ലേ? അല്ല ചേട്ടയുടെ അടി വസ്ത്രം വാങ്ങിത്തരാന്ന് അല്ല, ഇത് വാങ്ങാൻ പോയിട്ട് എന്തെങ്കിലും കാണണ്ടേ ചേട്ടൻ വീട്ടില്? എല്ലാം മുന്നിലൊന്നും കഴുകി ഉണങ്ങാനിട്ടേക്കണ്ട, അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അത് കിട്ടിക്കെന്തായാലും ചേട്ടൻ കാണൂല എന്നൊക്കെ ഉറപ്പാ. നീ അധികം ലേറ്റ് ആക്കണ്ട കേട്ടാ. ഇല്ല, ഞാനിന്റെ ബസ് നിന്നിട്ടുള്ളേ. ബസ് വരുന്നവരെ സംസാരിച്ചില്ല. ചേച്ചി കൊണ്ട് വിളിച്ചോണ്ടിരുന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ വന്നിട്ട് ഇത്രയും കാര്യമായിട്ട് പറയുന്നില്ല. നമ്മള് ഫോണിലൂടെയാണല്ലോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, വീട്ടിലാണെങ്കിൽ പോലും. എന്തുകൊണ്ടെന്ന് അല്ല രാത്രി സംസാരിക്കാൻ സമയമില്ല. ഇത്രയും ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ പിന്നെ ചേട്ടൻ കാണത്തില്ലേ? അങ്ങനെ അങ്ങ് പണിക്കും പോകില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. അതാണ് ഞാൻ ചേച്ചിയോട് എപ്പോഴും ചോദിച്ചിരുന്ന കാശ് കിട്ടുന്നത്. ഇനി ഞാൻ ചേച്ചിക്ക് ചെലവിൽ വീട്ടിലേക്ക് വരുന്ന കാശ് എടുത്തിട്ടാണോ ചേച്ചി കൊടുക്കുന്നതാണോ? ഞാൻ കൊടുക്കുന്നൊന്നുമല്ല. അല്ല ഞാൻ വിചാരിച്ച് നീ കൊടുക്കുന്നതായിരിക്കും. എന്നോട് എപ്പെങ്കിലും ഒരു 100 രൂപക്കൊക്കെ ആയിരിക്കുമല്ലോ. അതന്നെ ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കണക്കിന് കുടിച്ചിട്ട് കയറ്റത് ഞാനൊന്നും വിചാരിക്കും. നല്ല അനിയൻ. അനിയെന്ന് പറഞ്ഞാൽ എന്റെ കാര്യം നടക്കണ്ടേ? ചേച്ചിക്ക് അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിന്നിച്ചു പോകുന്നു. ഇല്ലല്ലോ, നീ കൊടുത്തിട്ടില്ലെങ്കിലും ചേട്ടൻ കുടിക്കൂ, അത് വേറെ കാര്യം. അല്ല ആരെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ കമ്പനിക്ക്. കണക്കിന് നന്നായി. ചേട്ടൻ ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ ചേച്ചി പിന്നെ എന്നെ ഒന്നും സഹായിക്കൊന്നുമില്ലല്ലോ. അത് അല്ലെങ്കിൽ നീ എന്തിനാ കല്യാണം കഴിക്കുന്നു? കല്യാണം കഴിക്കുമ്പോ പൊണ്ണൊന്നും കിട്ടുന്നില്ല ചേച്ചി, അറിയില്ല. ഞാൻ മോനെ സർക്കാർ ജോലി വേണ്ടത്. സർക്കാർ ജോലി ഇപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ച് സർക്കാർ ജോലി ഉണ്ടായിട്ടാ? ചേട്ടൻ എങ്ങനെയോ കിട്ടിപ്പോയതാണ്. ചേച്ചിയാണ്ട് വന്നതല്ലേ. ഇതുപോലെ എനിക്ക് കിട്ടണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിലുള്ളതിനെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേ നടക്കുള്ളൂ. അത് മതി. ഒരാൾ ഉപയോഗിക്കണ്ടേ? ലൈസൻസിനടുത്ത് പോയി പോകില്ലേ? അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്കും അതന്നെയാ പറയാനുള്ളതെന്ന് പറയാം. മേടിച്ച് വീട്ടിൽ കൊണ്ടാച്ചിട്ട് കാര്യമില്ല, ഇത് ഉപയോഗിക്കണ്ടേ? ചേട്ടൻ അങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഏട്ടന് അറിയില്ലല്ലോ ഉപയോഗിക്കുക. എങ്ങനെയോ ആദ്യത്തെ കുറച്ച് കൊല്ലം ഉപയോഗിക്കുന്നു. പിന്നെ ഇങ്ങനെ ആയി? പിന്നെ എങ്ങനെ ആയെന്ന് ഈ ചേട്ടനോടൊന്ന് ചോദിച്ചു. ചേട്ടൻ ആദ്യം ഇങ്ങനെ ഇത് കുടിക്കുന്ന ആളൊന്നായിരുന്നില്ല, പിന്നെ ഇപ്പൊ കമ്പനി കൂടിയിട്ടിരിക്കും. എല്ലാം കുടിപ്പിച്ചാണെന്നാ എന്റെ സംശയം. ചേച്ചി കുടിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ട് ഇങ്ങനെ വഴിമാറിപ്പോയതാണോ? ഞാനാ? ഞാന് എന്നെ കണ്ടിട്ട് കുടിപ്പിക്കുന്ന പറയാൻ പറ്റില്ല. ഞാൻ ചേച്ചിയല്ലേ പറഞ്ഞത്, എപ്പെങ്കിലും കുറച്ച് കുടിച്ചാൽ അതൊരു രസമാണ്, സുഖാണെന്നല്ലോ ചേച്ചിക്ക്. അല്ല കുറച്ച് കഴിച്ചാൽ ഒരു സുഖം, അതിനൊരു സുഖമുണ്ട്. വേണ്ടെങ്കിൽ കുറച്ച് കഴിക്കാം. വേണ്ട, ഞാൻ അങ്ങനെ കുടിക്കൊന്നുമില്ല. കുടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പിള്ളേരെ പിന്നെ ചേച്ചി പിന്നെ പറയാനില്ലേ നോക്കൂ. അത്
അല്ലേ വേണ്ട മതി. നീ അല്ല കഴിച്ച് രസം പിടിച്ചാലാണ് പിന്നെ ചേട്ടനെ പോലെ നാല് കാലിൽ വരേണ്ട വിധത്തിലാവുക. പിന്നെ ബാക്കി വന്നിട്ട് നമുക്ക് ബസ് വരുന്നുണ്ട്. അപ്പോ ഇത് ചേച്ചി ഇങ്ങനെ എന്റെ റൂമിലേക്ക് നേരിട്ട് വരും, അല്ലെങ്കിൽ ഞാൻ നീ വാ, എന്നിട്ട് തീരുമാനിക്കാം. ചേട്ടൻ എവിടെയാ റൂമിൽ തന്നെ കിടന്നുറങ്ങിയാൽ പുറത്താണോ ബെഞ്ചിലാണോ? ചേട്ടന്റെ റൂമൊന്നും ഇല്ലല്ലോ.